ഫസ്റ്റ് സം സോഷ്യോളജിയുടെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ 5th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റ് 5th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യലൈസേഷനെ കുറിച്ചാണ്. സോഷ്യലൈസേഷൻ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യവൽക്കരണം. അതായത് എന്താണ്? സൊസൈറ്റിയുടെ ഭാഗമാകാൻ വേണ്ടി ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ അംഗമാകാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന മുതൽ എന്തുണ്ട്? സോഷ്യലൈസേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ, അതായത് സമൂഹത്തിന്റെ ഭാഗമാവുക എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സമൂഹം അനുസരിക്കുന്ന മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും നിയമങ്ങളെയും എല്ലാം എന്ത് ചെയ്യണം? ആ വ്യക്തി മനസ്സിലാക്കണം. സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കണം. അവന്റെ പെരുമാറ്റം സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് കടന്നു വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് അപ്പൊ സോഷ്യലൈസേഷന്റെ പ്രധാന ഏജൻസി ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഏതാണ്? ഫാമിലിയാണ് പ്രധാന ഏജൻസി ആയിട്ട് നമ്മൾ സോഷ്യലൈസേഷനിൽ പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, അതായത് ഒരു വ്യക്തി സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് മുതൽ എന്തുണ്ട്? അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ തന്നെ എന്തുണ്ട്? സോഷ്യലൈസേഷൻ പ്രക്രിയയിലേക്ക്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത് ഈ ഓറൽ സ്റ്റേജിനെയാണ്. അപ്പൊ ഒരു ജനിച്ച കുഞ്ഞ്, ശിശു മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവനെ പൂർണ്ണമായിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലെ? അതായത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരൊറ്റ ആക്ടിവിറ്റി ഉള്ളത്. വിശക്കുന്നതിനെയും മറ്റും വിശക്കുന്നു അല്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥത, ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് ഒരൊറ്റ ഇമോഷനിലൂടെ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ പിന്നീട് 1 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പ്രധാനപ്പെട്ട ഏജൻസി അല്ലെങ്കിൽ പ്രധാനമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും? മാതാപിതാക്കളായിരിക്കും, എസ്പെഷ്യലി അമ്മയായിട്ടായിരിക്കും. അപ്പൊ ആ കുഞ്ഞ് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവന്റെ സാമൂഹിക ചുറ്റുപാടുകളെ മനസ്സിലാക്കുക. അതായത് വീട്ടിലുള്ള ആളുകളുടെ ശബ്ദം മനസ്സിലാക്കുക, അവർ സംസാരിക്കുന്ന രീതിയിൽ അതനുസരിച്ച് പെരുമാറാൻ പഠിക്കുക. അതായത് ഉദാഹരണം, ഇപ്പോൾ നമ്മൾ കുഞ്ഞിനെ നോക്കി ചിരിക്കുന്ന സമയത്ത് കുട്ടികളും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്, ചിരിച്ച് കാണിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒച്ച വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിലനിൽക്കുന്ന സമയത്ത് അവരിൽ കേൾക്കുന്ന ഒരു കുഞ്ഞ് കേൾക്കാനിടയാവുന്ന ശബ്ദത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കാറുണ്ട്. ഇപ്പൊ അസ്വസ്ഥമാക്കുന്ന ശബ്ദമാണെങ്കിൽ കുഞ്ഞ് സ്വാഭാവികമായിട്ട് കരയും. അപ്പൊ അത്തരത്തിൽ കുഞ്ഞെന്താണ്? സോഷ്യലൈസേഷൻ പ്രക്രിയയിലേക്ക് വരിക. അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങൾക്കോ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കുട്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടു പഠിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ ഘട്ടമാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ ചുറ്റുപാടുകളായിട്ട്, എസ്പെഷ്യലി കുഞ്ഞിന്റെ ഏറ്റവും പ്രൈമറി കോണ്ടാക്ട് വരുന്ന ആളുകളെ മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാലോ, സ്വാഭാവികമായിട്ട് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ
അമ്മയായിരിക്കും കൂടുതൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അവരുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശബ്ദം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു കാലഘട്ടമാണ് ഫസ്റ്റ് ഓറൽ സ്റ്റേജ് സോഷ്യലൈസേഷന്റെ ആദ്യ ഘട്ടമായിട്ട് പരിഗണിക്കുന്നത് ഓറൽ സ്റ്റേജിനാണ്. രണ്ടാമതായിട്ട് വരുന്ന ഘട്ടമാണ് അനൽ സ്റ്റേജ്. അനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് അനൽ സ്റ്റേജിലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കുഞ്ഞ് കമ്പാരിറ്റീവ്ലി നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പഠിക്കും അല്ലെ. സ്വന്തമായിട്ട് അതായത് 1 വയസ്സ് മുതലാകുമ്പോഴത്തേക്കും നടക്കാനും മറ്റുമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്ത് കളിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി കുറച്ചുകൂടെ സോഷ്യലൈസേഷന്റെ അടുത്തൊരു പ്രോസസ്സിലേക്ക് വരുന്നത് അതായത് വീട്ടുകാരെ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ പറയുന്ന വാക്കുകൾ കേട്ട് പഠിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് അനൽ സ്റ്റേജ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന വാക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് കുട്ടി പഠിച്ചെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ കുഞ്ഞ് അത് പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ശരി തെറ്റുകളെ കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കുഞ്ഞൊരു ആക്ഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നുണ്ട് കുട്ടിയുടെ അടുത്ത് നമ്മളത് ചെയ്യരുത് എന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ അതിനെ തെറ്റും ശരിയും എന്ന രീതിയിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടി സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് റിയാക്ഷൻ എടുക്കുന്നതായിരിക്കും. അതായത് നമ്മൾ കുട്ടി ഒരു തെറ്റാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മുതിർന്ന ആളുകളായാലും ഒച്ചപ്പാടെടുക്കുകയാണ് കുറച്ചുകൂടെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് കുട്ടി അത് ചെയ്യാതിരിക്കാതെ പിൻവാങ്ങുന്ന ഒരു ടെൻഡൻസി കാണും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ശരി തെറ്റുകൾ കുട്ടി അത് മനസ്സിലാക്കാവുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ലെവലിലേക്ക് കടക്കുന്നതിന്റെ ഒരു ഘട്ടം കൂടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അനൽ സ്റ്റേജിനെ മനസ്സിലാക്കാം. അതായത് കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നതും നടക്കുന്നതും കുഞ്ഞിനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അനൽ സ്റ്റേജ്. ഇപ്പോൾ സോഷ്യലൈസേഷന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാകുന്നതിലേക്കുള്ള അല്ലെങ്കിൽ കടക്കുന്നതിലേക്കുള്ള ഒരു ഘട്ടമായിട്ട് നമുക്ക് അനൽ സ്റ്റേജിനെ മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇഡിപ്പൽ സ്റ്റേജ്. അതായത് ഓഡിപ്പൽ അല്ലെങ്കിൽ ഇഡിപ്പൽ സ്റ്റേജ് എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾ 4 വയസ്സ് മുതലുള്ള കാലഘട്ടത്തെയാണ് പ്യൂബർട്ടി വരെയുള്ള കൗമാരം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമുക്കിതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ 4 വയസ്സ് മുതൽ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടി സ്കൂളിലും അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റിയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിത്തിരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്നു, അവന്റെ സാമൂഹിക ചുറ്റുപാടുകളായിട്ട് ഇടപെടുന്നു, അവയെ മനസ്സിലാക്കുന്നു, അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടമായിട്ടാണ് ഇതിനെ ഈഡിപ്പൽ ഘട്ടത്തെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈഡിപ്പൽ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിക്ക് സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളോട് സംഭവിക്കുകയും അവൻ്റെതായിട്ടുള്ള റോൾസ് അവൻ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് നമുക്ക് ഇതിനെ ഈഡിപ്പൽ ഘട്ടത്തെ മനസ്സിലാക്കാം. അപ്പൊ ഈഡിപ്പൽ കാലഘട്ടത്തിൽ കുഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിന് വരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റമായിട്ട് പ്രധാനമായിട്ട് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് വ്യക്തികളിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ഫംഗ്ഷൻ കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അവന്റെ സെക്സിനെ തിരിച്ചറിയുകയും അതനുസരിച്ച് അവൻ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സെക്സിനനുസരിച്ചുള്ള പരമായിട്ടുള്ള മനോവികാരങ്ങളും മറ്റും ആരംഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിനെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് 2 വൈകാരികമായിട്ടുള്ള ഘട്ടങ്ങളെയാണ്. 2 തരത്തിലുള്ള ഘട്ടങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒഡിപ്പസ് കോംപ്ലക്സ് എന്നാണ്, അല്ലെങ്കിൽ ഒഡിപ്പസ് അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇതിൽ ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നതിന്റെ അകത്ത് വരുന്നത് ആൺകുട്ടികളുമായിട്ട് വരും. അതായത് ആൺകുട്ടികൾക്ക് അച്ഛനോട് താല്പര്യക്കുറവ്, അതായത് അച്ഛനോട് ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ടെൻഡൻസി, ഇന്റിമേറ്റ് ടെൻഡൻസി എന്ന് പറയുന്നത് അച്ഛനോട് കുറയുകയും അമ്മയോട് കൂടുതൽ സ്നേഹവും മറ്റും ഉണ്ടാവുന്ന ഒരു വികാരത്തെയാണ് അദ്ദേഹം ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതേസമയം പെൺകുട്ടികളിൽ എന്താണ് ഇലക്ട്ര എന്ന് പറയുന്ന ഒരു ഇലക്ട്ര കോംപ്ലക്സ് ആണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പെൺകുട്ടികളിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അമ്മയോട് ജലസിയും അല്ലെങ്കിൽ താല്പര്യക്കുറവും അടുപ്പക്കുറവും അച്ഛനോട്
താല്പര്യം കൂടുതൽ, അതായത് അച്ഛനോട് കൂടുതൽ വാത്സല്യവും സ്നേഹവും മറ്റും നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ ഇത് ഈ രണ്ട് പ്രോസസ് അല്ലെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സുകൾ നിലനിൽക്കുന്നത് അവരവർക്ക് എന്താണ് രണ്ട് ജെൻഡർ അല്ലെങ്കിൽ രണ്ട് സെക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഓപ്പോസിറ്റിനോട് തോന്നുന്ന അട്രാക്ഷൻ എന്ന രീതിയിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിനെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രോസസ്സിലൂടെ വ്യക്തികൾ കടന്നു വരുന്നു എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് വാദിക്കുന്നത്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ വാദത്തെ ചില ചിന്തകർ ഇത് അംഗീകരിക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തന്റെ സെക്സ് ഏതാണെന്ന് മാത്രം തിരിച്ചറിയാനും ചില പ്രാഥമികപരമായിട്ട് ചെറിയ ഘടകങ്ങളെ കുറിച്ച് മാത്രമേ മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നതാണ് പ്രധാനമായിട്ട് നിലനിൽക്കുന്ന വാദങ്ങൾ. അപ്പൊ എന്ത് തന്നെ ആയാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈഡിപ്പൽ കാലഘട്ടങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൗമാര കാലഘട്ടം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ കുഞ്ഞുങ്ങളും അവരുടെ നമ്മുടെ ജെൻഡർ റോൾസ് അല്ലെങ്കിൽ റോൾ എന്താണെന്നും അതിന്റെ ബിഹേവിയറുകൾ എന്തൊക്കെയാണെന്നുള്ളതും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് ഈഡിപ്പൽ കാലഘട്ടത്തെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഫോർത്ത് നമ്മൾ പറയുന്ന കാലഘട്ടമാണ് അഡോളസെൻസ്. അതായത് ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷന്റെ ലാസ്റ്റ് പ്രോസസ് ആയിട്ട് നമ്മൾ പറയുന്നതാണെങ്കിൽ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ കടന്നു വരുന്നത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, വ്യക്തി പൂർണ്ണമായിട്ടും പാരന്റ്സിന്റെയോ കുടുംബാംഗങ്ങളുടെയോ കൺട്രോളിലായിരിക്കില്ല. പൂർണ്ണമായിട്ടും കുറച്ചുകൂടി സ്വാതന്ത്ര്യം എന്നൊരു ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ വ്യക്തി സൊസൈറ്റിയുമായിട്ട് കൂടുതൽ കമ്മിറ്റഡ് ആവുകയും അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കടമകളും ചെയ്യാനുള്ള ഒരു ബാധ്യത വ്യക്തിയിലേക്ക് ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തി പൂർണ്ണമായിട്ടും അവന്റെ ഐഡന്റിറ്റി നിർമ്മിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അല്ലെങ്കിൽ ഫേസ് കൂടെ ആയിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ വ്യക്തി പൂർണ്ണമായിട്ട് സൊസൈറ്റിയുമായിട്ട് കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ സൊസൈറ്റി അനുശാസിക്കുന്ന പെരുമാറ്റങ്ങളും മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ വെച്ചു പുലർത്തേണ്ട മൗലിക കടമകളും എല്ലാം ഈ ഒരു കാലഘട്ടം നിലനിർത്തുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് വിവാഹവും കുടുംബവും അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളിലൂടെയാണ് സോഷ്യലൈസേഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ സോഷ്യലൈസേഷന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ ബീയിങ് എന്നതിൽ നിന്നും സോഷ്യൽ ബീയിങ് ആയിട്ട് മാറുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഘട്ടത്തിലുള്ള തന്നെ, അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് പൂർണ്ണമായിട്ടും അവന്റെ ജനനത്തിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ബീയിങ് ആയിട്ട്, അതായത് സമൂഹത്തിലെ ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് അവനെ മാറ്റുന്നത്. അതായത് അവന്റെ ജൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ റോൾസ് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് അവരെ നയിക്കുന്നത് സോഷ്യലൈസേഷൻ ആണ്. അപ്പം ഒരു കുഞ്ഞിന്റെ ഒരു ബയോളജിക്കൽ ഫംഗ്ഷനിൽ നിന്നും, അതായത് ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ജനനത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു, ഒരു സമൂഹത്തിലെ ഒരു പങ്കാളിയാക്കി മാറ്റുന്നത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സ്വാഭാവികമായിട്ട് അതായത് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ ഓരോ ഘട്ടത്തിലും ആ വ്യക്തി പെരുമാറേണ്ടതായിട്ടുള്ള പെരുമാറ്റങ്ങളെയും സ്വഭാവ രീതികളെയും കടമകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിൽ എത്തുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നിരന്തരം വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ സ്വഭാവത്തെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വഭാവത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യവൽക്കരണ പ്രക്രിയ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണ പ്രക്രിയയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റേജസിലൂടെ കടന്നു വന്നതിന് ശേഷം ഒരു വ്യക്തി ചെയ്യുന്നുണ്ട് ഒരു ഫാമിലി മാനായിട്ട് മാറുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത്തരത്തിലുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ച് നമ്മുടെ സൊസൈറ്റി നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഓരോ ഫേസസിലേക്ക് കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തി ഓരോ ഘട്ടത്തിൽ ചെയ്യേണ്ട പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നുള്ളത് പറയുന്നത്. മൂന്നാമതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി രൂപീകരിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളെ വളർന്നു വരുന്ന സാഹചര്യങ്ങളുടെയും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളുടെയും അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മളുടെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തിത്വത്തെ നിർണ്ണയിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്.
അടുത്ത പറയുന്നത് ഇന്റേണലൈസേഷൻ ഓഫ് നോംസ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റിയുമായിട്ട് കുറച്ചുകൂടി ബന്ധം. അതായത് ഒരു വ്യക്തി കൃത്യമായിട്ട് അവനവന്റെ റോളുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൾച്ചറലി അല്ലെങ്കിൽ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ കർത്തവ്യങ്ങളും കടമകളും ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹം കൽപ്പിച്ചിട്ടുള്ള നോംസിനെയും അല്ലെങ്കിൽ വാല്യൂസിനെയും എല്ലാം ഒരു വ്യക്തി ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രാപ്തനാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത പറയുന്നത് എന്താണ്, ഡിഫറെന്റ് റോളുകൾ കൈകാര്യം ചെയ്യാനായിട്ട് വ്യക്തി എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ പ്രോസസ്സ് സഹായിക്കുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് ഒരു ആദ്യകാലമായിട്ട് കുഞ്ഞിന്റെ സംബന്ധിച്ചിടത്തോളം വീടുമായിട്ടുള്ള ഒരു കുഞ്ഞെന്നുള്ള ഒരു ഇത്, അതിനുശേഷം ഒരു വിദ്യാർത്ഥി എന്നുള്ള റോള് കുട്ടി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കാം, സുഹൃത്തായിരിക്കാം, കുറച്ചുകൂടെ കാലം കഴിയുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയായിരിക്കാം. അത്തരത്തിൽ പല പല റോളുകളിലൂടെ ഒരേ സമയം നമ്മൾ റോളെല്ലാം നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത്തരത്തിൽ എന്താണ്, പല വിധത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് കൊടുക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ മുഖേന നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ഒരു എന്താണ് നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുന്നതിൽ മികവ് കാണിക്കാൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എത്തരത്തിലാണ് പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്ക്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് സൊസൈറ്റിയിൽ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജീവിതമാണെങ്കിൽ ജീവിതം എത്തരത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതി എല്ലാം ചെയ്യുന്നുണ്ട് സൊസൈറ്റി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ വെച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇവയെല്ലാം അംഗീകരിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഇവയെ പിന്തുടർന്ന് പോകുന്ന പക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ സ്കിൽ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അടുത്ത പറയുന്നത് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ്, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ചെയ്യാനുള്ള ഒരു ലൈഫ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ കൺട്രോളിന് അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ എന്ത് വരുന്നുണ്ട്, ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ഓരോ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ജീവിത രീതിയെ കൃത്യമായിട്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സോഷ്യലൈസേഷൻ സഹായിക്കുന്നു എന്നർത്ഥം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട്, അതായത് റെഡ്യൂസ് ദ സോഷ്യൽ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ സോഷ്യലൈസേഷൻ പ്രക്രിയയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ അതായത് നമ്മൾ കുറച്ചുകൂടെ ആളുകളുമായിട്ട് ഇടപെടാനും അല്ലെങ്കിൽ സംസാരിക്കുവാനും പൊതുകാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്തുണ്ടാവും, വ്യക്തിയിൽ ഉണ്ടാവും. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സോഷ്യലൈസേഷൻ സഹായിക്കുന്നു. അതായത് ഓരോ വ്യക്തികളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താണ്, സമൂഹത്തെ പേടിയുള്ള ആളുകളുണ്ട്, അതായത് മുഖ്യധാരയിലേക്ക് ഇറങ്ങാൻ പേടിയുള്ള ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് എന്ത് സഹായിക്കും, സോഷ്യലൈസേഷൻ സഹായിക്കും. നല്ലൊരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പെരുമാറ്റ രൂപവും സ്വഭാവ രൂപീകരണവും ആളുകളായിട്ട് ഇടപെടാനും മറ്റും കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കഴിവുള്ള ആളുകളായിട്ട് നമ്മൾ നിർണ്ണയിക്കുന്ന അവർക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഒരുപാട് ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. അവർ കുറച്ചുകൂടെ എന്താണ്, സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, പൊതുവേദികൾ പങ്കിടാനുള്ള യാതൊരു ബുദ്ധിമുട്ടും ആളുകൾക്കിടയിൽ ഉണ്ടാവില്ല. അത് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഘടകമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ആസ്പിറേഷൻസ്, അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട്. അതായത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾ അഭിരുചികളെല്ലാം ഫുൾഫിൽ ചെയ്യാനും സോഷ്യലൈസേഷൻ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ നമ്മളുടെ സോഷ്യലൈസേഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്ന എന്താണ് സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് സോഷ്യലൈസേഷൻ നിലനിൽക്കുന്നതിന്റെ ആവശ്യകതകൾ അല്ലെങ്കിൽ നിലനിൽക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. എത്തരത്തിലുള്ള സോഷ്യലൈസേഷൻ ആണ് നിലനിൽക്കുന്നത്, എത്ര തരം സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണ പ്രക്രിയകളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് പറയുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കുടുംബമാണ് ഏറ്റവും വലിയ സോഷ്യലൈസേഷന്റെ ആദ്യത്തെ ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പൊ പ്രൈമറി സോഷ്യലൈസേഷനിൽ അകത്ത് വരുന്നത് കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളുമാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ സ്വഭാവ സോഷ്യലൈസേഷന്റെ ആദ്യത്തെ പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ ഫാമിലിയാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രധാന ഘടകങ്ങളായിട്ട് വരുന്നത് പാരന്റ്സും സിബ്ലിങ്സും എല്ലാമാണ് നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷനിൽ ഉൾപ്പെടുന്ന ആളുകൾ.
രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വീട്ടിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന ഏതാണ്? വിദ്യാലയമാണ്, സ്കൂൾ കാലഘട്ടമുള്ള. അപ്പൊ സ്കൂൾ കാലഘട്ടങ്ങളിൽ വരുന്നതിനെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ സെക്കൻഡറി സോഷ്യലൈസേഷനിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്കൂളിൽ ഉൾപ്പെടുന്ന അധ്യാപകർ, അവരുടെ കൂട്ടുകാർ അല്ലെ, പിയർ ഗ്രൂപ്പ്സുകാർ. അപ്പൊ ഇത്രയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഈ സെക്കൻഡറി സോഷ്യലൈസേഷനിൽ വരുമ്പോൾ ഘടകം എന്ന് വെച്ചാൽ പിയർ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ. അപ്പൊ ഈ സമപ്രായക്കാരിലുള്ള സ്വഭാവവും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ കൂട്ടുകാർ ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു കുട്ടിയും ചെയ്യും. അപ്പൊ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ടെൻഡൻസി മറ്റു കാര്യങ്ങളെല്ലാം എന്തിലുണ്ടാവും? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പൊ ഈ കാലഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ അല്ലെങ്കിൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമപ്രായക്കാരുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതി മറ്റുമെല്ലാം കുട്ടിയെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളിന്റെ അന്തരീക്ഷം, സ്കൂളിൽ വളർന്നു വരുന്ന അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കും. ഇതാണ് സെക്കൻഡറി സോഷ്യലൈസേഷനിൽ പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട റോളിനെ മുൻകൂട്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഭാവിയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന റോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വർത്തമാനത്തെ കാലത്ത് തന്നെ പഠിച്ചെടുക്കുന്ന രീതി അല്ലെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന രീതിയൊക്കെയാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പൊതുവിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്താണ്? പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്? വിവാഹശേഷം മറ്റൊരു വീട്ടിലേക്ക് പോവുകയും അവിടെ പാചകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവിൽ പെൺകുട്ടികളെ നമ്മൾ കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാചകം പഠിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യാനായിട്ടൊക്കെ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾക്ക് എന്താണ്? ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. അതായത് മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടതല്ലേ എന്ന് കരുതി എന്ത് ചെയ്യുന്നുണ്ട്? പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയെല്ലാം എന്താണ്? ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വർത്തമാന കാലത്ത് തന്നെ നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്ന രീതി. ഒരു സൊസൈറ്റി ഒരു റോളിന്റെ ഭാഗമാകാതെ അതായത് സമൂഹത്തിന്റെ ഒരു ഘട്ടത്തിലെ പങ്കാളിയാകാതെ തന്നെ വരാൻ പോകുന്ന സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത റീസോഷ്യലൈസേഷൻ. അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ് റീസോഷ്യലൈസേഷൻ. റീസോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വീണ്ടും സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലേക്ക് അംഗമാക്കുക. ഉദാഹരണം ഇപ്പോൾ നമ്മൾ ജയിലൊക്കെ എന്താണ്? ഒരു പെരുമാറ്റ ദൂഷ്യം സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടികൾ കഴിഞ്ഞ ശേഷം അവരെ വീണ്ടും അല്ലെങ്കിൽ എന്താണ്? പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ ചെയ്തിട്ടുള്ള ആളുകളെ ജയിൽ ശിക്ഷയും മറ്റൊക്കെ നൽകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വീണ്ടും അവർക്ക് എന്താണ്? ശരിയായ രീതിയിൽ അവരെ നടത്തിപ്പിനുള്ള രീതി എന്ന രീതിയിലാണ് ജയിൽ ശിക്ഷയും മറ്റുമൊക്കെ നൽകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് അതിനകത്ത് ചെന്നുകൊണ്ട് അവർ വീണ്ടും പുതിയ കാര്യങ്ങളെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ വീണ്ടും സമൂഹത്തിന്റെ ഭാഗമാക്കിയിട്ട് അതായത് സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളും മറ്റൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾ വീണ്ടും ജയിൽ ശിക്ഷ മറ്റൊക്കെ കടന്നു വരുമ്പോൾ അവർ അല്ലെങ്കിൽ ശിക്ഷയെല്ലാം നടപടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും അവരെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു രീതി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളെല്ലാം നമ്മൾ സമൂഹത്തിൽ നിലനിർത്തിയിട്ടുള്ളത്. അപ്പൊ റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വഭാവത്തെ പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്നുള്ളതാണ്. അതായത് നഷ്ടപ്പെട്ടയിടത്തു നിന്ന് വീണ്ടും ക്യാരക്ടറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ട് ആളെ സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാമൂഹ്യ പ്രക്രിയയിലേക്ക് വീണ്ടും അവരെ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡൾട്ട് സോഷ്യലൈസേഷൻ ആണ്. അപ്പൊ അഡൾട്ട് സോഷ്യലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അർത്ഥമൊക്കെ എന്താണ്? അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഒരു വ്യക്തിയുടെ യൗവന കാലഘട്ടങ്ങളിൽ വ്യക്തി നേരിടേണ്ട അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവന്റെ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ പുതിയ റോൾസ് എന്നതിലേക്കാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്? പൂർണ്ണമായിട്ട് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു ഫേസ് കടന്നു വരുന്നത്. അതായത് എന്താണ്? പ്രധാനമായിട്ടും മാരേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുവാണെങ്കിൽ മാരേജിന്റെ സോഷ്യലൈസേഷൻ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ രീതി അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന റോളെല്ലാം കൈകാര്യം ചെയ്യണം. അപ്പൊ അത് എപ്രകാരമാണ്
എപ്രകാരമായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം എപ്രകാരം ആവണം എന്നുള്ളതെല്ലാം ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ ഇതിലേക്കുള്ള പെരുമാറ്റ രീതിയെല്ലാം ആളുകളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പുതിയ റോൾ കൈകാര്യം ചെയ്യാനായിട്ട് ആളുകളെ മാറ്റിയെടുക്കുന്ന രീതിയെല്ലാമാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് വ്യക്തി പുതിയൊരു ഫേസ് ലൈഫിൽ ഉണ്ടാകുന്ന പുതിയൊരു ഘട്ടത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും വ്യക്തി ചെയ്യുന്നുണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് പുതിയ പുതിയ പെരുമാറ്റങ്ങളും റോളുകളും ഒരു വ്യക്തി കൈകാര്യം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തെ അഡൾട്ട് സോഷ്യലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് യൗവന കാലഘട്ടം മുതലുള്ള കാലഘട്ടത്തെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി നേരിടേണ്ട അല്ലെങ്കിൽ വ്യക്തിക്ക് ഏറ്റെടുക്കേണ്ട ചുമതലകളും പെരുമാറ്റ രീതികളും എല്ലാം നിർണ്ണയിക്കുന്നതിനെയാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, അതായത് സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുടുംബമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുടുംബത്തിന് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ജീവിതം എന്താണ്, അവന്റെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ പെരുമാറ്റ രീതികളെയും അവന്റെ സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും എന്തിനെ നിർണ്ണയിക്കുന്നു, കുടുംബത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ആരംഭിക്കുന്ന രീതികൾ അല്ലെങ്കിൽ പ്രക്രിയ അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഏജൻസിയാണ്. ഇനി രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞത് സ്കൂളാണ് രണ്ടാമതായിട്ട് വരുന്ന ഏജൻസി. അതായത് സ്കൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, സ്കൂളിൽ നിന്ന് സ്കൂളിന്റെ അന്തരീക്ഷവും അധ്യാപകരുടെ പെരുമാറ്റം അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കും. അതായത് ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികളാണ് കുടുംബവും സ്കൂളും. ഇത് രണ്ടും ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവത്തിൽ പ്രധാനമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഏജൻസീസ് ആണ് കുടുംബവും സ്കൂളും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നാണ് പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ, അതായത് ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന സമപ്രായക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ സൗഹൃദം ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതായത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പലതരത്തിലുള്ള സൗഹൃദങ്ങളും കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വളരെ ആശങ്കകൾ നോക്കിക്കാണുന്നതാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ സൗഹൃദത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗം ഇതെല്ലാം എന്താണ് പിയർ ഗ്രൂപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പിയർ ഗ്രൂപ്പുകളുടെ സ്വഭാവം സമപ്രായക്കാരുമായിട്ട് വരുന്ന എല്ലാ സ്വഭാവ രൂപീകരണവും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സമപ്രായക്കാരുടെ സ്വഭാവങ്ങളും ഹാബിറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മതസ്ഥാപനങ്ങൾ. മതസ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിയുടെയും ജീവിത രീതിയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതായത് മതം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുക, അവന്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, അവന്റെ കടമകൾ എന്തായിരിക്കണം. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതം അനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്. ആ മതം അനുശാസിക്കുന്ന നിയമങ്ങൾ പിന്തുടരുമ്പോൾ മാത്രമാണ് അവൻ എന്തുണ്ടാകുന്നത്, ഒരു വിശ്വാസിയായിട്ടും മതത്തിന്റെ അംഗമായിട്ടും അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന്റെ അംഗമായിട്ടും എല്ലാം നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഓരോ മതവും വെച്ച് പുലർത്തുന്ന നിയമത്തിന്റെയും അല്ലെങ്കിൽ മാനദണ്ഡവും മൂല്യങ്ങളും എല്ലാം പിന്തുടരാൻ എന്ത് ചെയ്യുന്നുണ്ട്, മതവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ശരി തെറ്റുകൾ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ ഓരോ വ്യക്തിയും വിശ്വസിക്കുന്ന മതം അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഏതാണോ അത് വെച്ച് പുലർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തിയെ ഒരു വ്യക്തി അത് വെച്ച് പുലർത്തുകയും വ്യക്തി മതം അനുശാസിക്കുന്ന ജീവിത രീതി പിന്തുടരുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ എന്താണ് മാനസികവും ശാരീരികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള എല്ലാ പെരുമാറ്റത്തെയും മതം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ പറയുന്നത് നിയമം, ദ ലോ.
നിയമം എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള നിയമം കൽപ്പിച്ചിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികൾക്ക് ശിക്ഷാ നടപടികൾ വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ശിക്ഷയിലൂടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിയമം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രണം ഏർപ്പെടുത്താം, അല്ലെങ്കിൽ വ്യക്തിയുടെ സാമൂഹ്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ എന്തിനു സാധിക്കുന്നുണ്ട്? നിയമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ നിയമം വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും ചെയ്യും ആ വ്യക്തിക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കാനായിട്ട് വ്യക്തി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ നിയമത്തെ പിന്തുടരാനായിട്ട് പിന്തുടരും. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നിയമത്തെ പരിഗണിക്കാം. അടുത്ത് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇന്നത്തെ സോഷ്യൽ മീഡിയാസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ സ്വഭാവത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉദാഹരണത്തില് മീഡിയസിൽ എത്തുന്ന സമയത്ത് പ്രധാന ഘടകമാണ് പരസ്യങ്ങൾ അടക്കമുള്ള ഘടകങ്ങൾ എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷൻ ഇതില് സ്വഭാവ രൂപീകരണത്തിൽ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് വ്യക്തിയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഏതാണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് വ്യക്തി എപ്രകാരം ഓരോ തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു അത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. അതായത് ഉദാഹരണം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസുകൾ നോക്കിയാൽ മതി, പലപ്പോഴും സോഷ്യൽ മീഡിയാസ് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? മീഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് കാലത്തെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷനിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചർ, സോഷ്യലൈസേഷൻ ആൻഡ് പേഴ്സണാലിറ്റി എന്നതാണ്. അതായത് സംസ്കാരം, സാമൂഹ്യവൽക്കരണം, വ്യക്തിത്വം, ഇതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളോട് പറഞ്ഞു എന്താണ്? കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ ജീവിത രീതികളാണ്. എല്ലാ തരത്തിലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്ന ജീവിത രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം ഏതിൽ നിലനിൽക്കുന്നു? സൊസൈറ്റിയിൽ നിന്നുമാണ് എന്ത്? സോഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ ഈ കൾച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിയുടെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? കൾച്ചർ എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ ഒരു പാർട്ടാണ് അല്ലെ? ഒരു വ്യക്തി ജനിക്കുന്ന സാഹചര്യങ്ങളോ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എന്താണ്? കൾച്ചർ, അവന്റെ സംസ്കാരമാണ്. അപ്പൊ ആ സംസ്കാരം എന്ത് ചെയ്യുക? ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? അവന്റെ സ്വഭാവം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയ തുടങ്ങുന്നത് അവന്റെ സംസ്കാരത്തിൽ നിന്നുമാണ്. ആ സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അവന്റെ വ്യക്തിത്വത്തെ, അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് സംസ്കാരം ഏതാണോ അല്ലെങ്കിൽ സംസ്കാരത്തിൽ നിന്ന് അവന്റെ സ്വഭാവ രൂപീകരണ പ്രക്രിയ ആരംഭിക്കുകയും ആ സ്വഭാവവൽക്കരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിൽ നിന്നുകൊണ്ട് അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ സംസ്കാരം, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യലൈസേഷന്റെ പരാജയങ്ങളാണ്. അല്ലെങ്കിൽ അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകമായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് പറ്റും. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് ചിലതെല്ലാം നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ട്, ചിലത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പലതും നമ്മളെന്ന വ്യക്തി മനസ്സിലാക്കിയെടുക്കാൻ പൂർണ്ണമായിട്ട് സ്വാംശീകരിച്ചെടുക്കേണ്ട ഘടകങ്ങളാണ് ഈ സംസ്കാരത്തിന്റെ അകത്ത് വരുന്ന പല വിശ്വാസം. അപ്പൊ ആ വ്യക്തി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷനെ അത് ബാധിക്കും. അതായത് ഒരു സംസ്കാരം മുന്നോട്ട് വെക്കുന്ന ഒരു വിശ്വാസത്തെ ആയിരിക്കാം, മൂല്യങ്ങളെ ആയിരിക്കും. അതൊരു വ്യക്തി അംഗീകരിക്കുകയോ സ്വാംശീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതും ചെയ്യുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ അതിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ അത് ഉൾപ്പെടില്ല എന്നുള്ളതാണ് ഉറപ്പാക്കുന്നത്. അത് നമ്മൾ പറയുന്നത് ഡാമേജ് ടു സെൽഫ് ഇമേജ്. അതായത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയിലുണ്ടാവുന്ന അല്ലെങ്കിൽ വ്യക്തിക്ക് അവനവനെ കുറിച്ച് തന്നെ ഉണ്ടാവുന്ന ഒരു എന്താണ് അവൻ സ്വയം ചിന്തയുണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ എന്താണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഘടകങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്ന ഘട്ടത്തിലും എന്ത് സംഭവിക്കാം? സോഷ്യലൈസേഷൻ സക്സസ്ഫുൾ ആവണം എന്നില്ല. അതായത് ഉദാഹരണം, ഒരു കുഞ്ഞിനെ നമ്മൾ പലപ്പോഴും അവനെ വ്യക്തിയെ കുഞ്ഞിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ പൊതുവെ പറയാറുണ്ട്
വ്യക്തിയെ അധിക്ഷേപിക്കുന്ന സമയത്ത് അവനിൽ ഉണ്ടാവുന്ന എന്താണ്? സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്ത കുട്ടിയിൽ കൃത്യമായിട്ട് ഇൻജക്ട് ചെയ്യപ്പെടുകയും ആ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, സമൂഹത്തിൽ നിന്ന് പിൻവലിയുന്നതിനും കാരണമാകും. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവന്റെ ഐഡന്റിറ്റി തകർക്കുന്ന തരത്തിലുള്ള എന്താണ് വാക്കുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രയോഗങ്ങളോ എല്ലാം നടത്തുന്നത് എന്ത് ചെയ്യും, സോഷ്യലൈസേഷൻ സക്സസ്ഫുൾ ആകാതിരിക്കാനുള്ള ഘടകമായിട്ട് മാറും. അതായത് ഒരു വ്യക്തി ഉൾവലിയുന്നതിന് കാരണം, ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തിയുടെ ജെൻഡറിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ വോയിസിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പലതരത്തില് മതം, ജാതി, സാമ്പത്തികം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെ കളിയാക്കുക അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിനെയോ വ്യക്തിയെ നമ്മൾ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, വ്യക്തി സമൂഹത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് കാരണം. അപ്പൊ എന്താണ്, സെൽഫ് ഇമേജിനെ തകർക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളെല്ലാം എന്ത് ചെയ്യാം, സോഷ്യലൈസേഷനിൽ നിന്ന് വ്യക്തികളെ പിന്തിരിയുന്നതിന് കാരണമാവും. അടുത്ത് നമ്മൾ പറയുന്നത് അമിതമായിട്ടുള്ള കൺട്രോളാണ്. എക്സസീവ് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് എന്ത് ചെയ്യാം, ഡീവിയൻസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതായത് ആളുകളെ എല്ലാ തരത്തിലും നമ്മൾ പിടിച്ചു നേർന്ന് പൂർണ്ണമായും മറ്റൊരാളുടെ നിയന്ത്രണത്തിലാക്കുന്ന പക്ഷം എന്ത് ചെയ്യും, ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും, സോഷ്യലൈസേഷനെ ബാധിക്കുക. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ വ്യക്തിയുടെ എന്ത് ചെയ്യും, സ്വഭാവ രൂപീകരണത്തെ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഇത് പ്രധാനമായിട്ട് ബാധിക്കും. കാരണം നമ്മൾ ഒരാളെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തുകയും നിയന്ത്രിക്കുവാനും ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന് പറയുന്നുണ്ടാവും. അവരതില് പൂർണ്ണ പങ്കാളിയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയോ എന്ത് ചെയ്യില്ല, വ്യക്തി പൂർണ്ണമായിട്ടും അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ വ്യക്തി അസ്വസ്ഥനാവുന്ന പക്ഷം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന വ്യവസ്ഥയോട് തന്നെ ആ വ്യക്തിക്ക് എന്താണ് ഒരു മടുപ്പായിരിക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ പിന്തുടരാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളോടുള്ള ഒരു വെറുപ്പ് മുഖേന എന്ത് ചെയ്യാം, വ്യക്തി സമൂഹത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് കാരണമാകും. അപ്പോൾ സോഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക് വ്യക്തി പൂർണ്ണമായിട്ടും പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത് പറയുന്നത് ഫെയിലിയർ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് മെന്റൽ ഇൽനെസ്. അതായത് നമ്മൾ സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ പലപ്പോഴും നമ്മൾ ഈ മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നൽകുന്ന സമയത്ത് എന്താണ്, എസ്പെഷ്യലി എന്താണ് നമുക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വ്യക്തിയിൽ ഉടലെടുക്കുമ്പോൾ എന്ത് ചെയ്യാം, വ്യക്തി ജീവിതത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ജീവൻ ആത്മഹത്യ എന്ന് പറയുന്നതെല്ലാം സ്വീകരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന ഒരു സോഷ്യലൈസേഷനിൽ അങ്ങനെ ഒരു ഘടകം വരുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തികൾക്ക് ഉണ്ടാവുന്ന മെന്റൽ ഇൽനെസ് ആണ്. അതായത് മാനസികപരമായിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള ഒരു ആരോഗ്യനില ആളുകൾക്കിടയിൽ കൈവരിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുക, ഇത്തരമുള്ളതെല്ലാം എന്താണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ ബാധിക്കാം. അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനായിട്ട് കാരണം. അതായത് നമുക്ക് ഇമോഷൻസ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസ് കിട്ടാതിരിക്കുന്ന ഇടത്തു നിന്നും എന്ത് ചെയ്യാം, സോഷ്യലൈസേഷനിൽ ആളുകൾ പങ്കാളിയാവില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആളുകൾക്കിടയിൽ ഒരു കൃത്യമായിട്ട് ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പിന്തിരിയാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നേക്കുമായിട്ട് പോവാനുള്ള ഒരു ടെൻഡൻസി ഇത് കാരണമാകും. അപ്പൊ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അല്ലെങ്കിൽ നല്ല മാനസിക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന പക്ഷമെല്ലാം എന്ത് ചെയ്യാം, ഇത് സോഷ്യലൈസേഷന്റെ പരാജയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് കുട്ടികൾക്കിടയിൽ പെട്ടെന്നുണ്ടാകുന്ന സ്യൂസൈഡ് ടെൻഡൻസി എല്ലാം നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മാനസികാരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു കഴിവ് കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ നിലനിർത്താനുള്ള കഴിവ് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് വരുന്ന ഘടകമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന പരാജയ ഭീതിയെ അല്ലെങ്കിൽ പരാജയത്തെ ഫേസ് ചെയ്യാൻ നമുക്ക് കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നതും എന്ത് ചെയ്യാം, സോഷ്യലൈസേഷന്റെ ഒരു ഫെയിലിയർ ആയിട്ട് പറയാം. അതായത് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് വിജയിക്കണം, മാർക്ക് നേടണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളിലേക്ക് ഫെയിലിയർ എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഫെയിലിയറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതി കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കും. കൂടുതലും നമ്മൾ സക്സസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഫെയിലിയർ എങ്ങനെ ഉണ്ടായാൽ ഫെയിലിയറിനെ നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, അതിന്റെ ഫെയിലിയർ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്കിടയിൽ
താങ്ങാൻ കഴിയാത്ത ഒരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പൊ അത്തരത്തില് എന്താണ് വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ പരാജയങ്ങളെ അംഗീകരിക്കാനും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവില്ലായ്മ സോഷ്യലൈസേഷന്റെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ സോഷ്യലൈസേഷന്റെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്ന് പറയുന്നത് മെച്യൂർ അഡൾട്ട്സിലുണ്ടാവുന്ന കൺഫ്യൂഷൻസ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ റോൾ ടേക്കിംഗിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ തങ്ങൾക്ക് ചെയ്യേണ്ട റോളുകൾ എന്താണ് അല്ലെങ്കിൽ ബിഹേവിയർ എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള ആകെപ്പാടെ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യലൈസേഷന്റെ തടസ്സമായിട്ട് അല്ലെങ്കിൽ സോഷ്യലൈസേഷന്റെ പ്രധാന ഒരു പരാജയങ്ങളിലെ മറ്റൊരു ഘടകമായിട്ട് നമുക്ക് പറയാം. അതായത് കൃത്യമായിട്ട് ആളുകൾക്കിടയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇപ്പൊ ഒരു കരിയർ ആണെങ്കിൽ ഒരു ഗോൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, ഒരു ഗോൾ എങ്ങനെ സൃഷ്ടിക്കാം, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇത്തരത്തിലുള്ള പല ഘടകങ്ങളുടെയും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതായത് ഓരോ വ്യക്തിയും തങ്ങൾക്ക് ചെയ്യേണ്ട പെരുമാറ്റം അല്ലെങ്കിൽ അഭിരുചിക്കനുസരിച്ച് താൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് കൺഫ്യൂഷൻസിൽ മാത്രം നിൽക്കുന്ന സ്റ്റേജുകൾ എന്താണ് സോഷ്യലൈസേഷന് തടസ്സം നിൽക്കുന്നതാണ്. അതായത് വ്യക്തികൾക്ക് കൃത്യമായിട്ട് താൻ ചെയ്യേണ്ടത് എന്താണ്, തന്റെ കടമ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത് സോഷ്യലൈസേഷന്റെ ഒരു പ്രധാന പരാജയമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ചാലഞ്ചായിട്ട് നമുക്ക് പരിഗണിക്കാം. ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആളുകൾക്ക് എന്താണ് പ്രായം അല്ലെങ്കിൽ അവർക്ക് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതിരിക്കുക. അതായത് ഉദാഹരണത്തിന് പെട്ട സഡനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആളുകൾക്ക് ഉദാഹരണത്തിന് വാർദ്ധക്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമല്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ പോലും അതായത് വാർദ്ധക്യത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഘടകങ്ങളാണെങ്കിൽ പോലും നമുക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് വരുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റോളിൽ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന രീതി ഒന്നും നമ്മൾക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന എന്താണ് മരണം, ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന മരണങ്ങൾ, നമ്മളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ, ഇതെല്ലാം നമുക്കൊരു ആക്സെപ്റ്റൻസിനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരത്തിൽ അതുപോലെ തന്നെ പ്രായത്തിലുണ്ടാവുന്ന വാർദ്ധക്യത്തിൽ വരുന്ന പല ചാലഞ്ചസുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം സോഷ്യലൈസേഷന്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരട്ടെ. അതായത് പ്രായത്തിന് അംഗീകരിച്ചുകൊണ്ട് ആ ജീവിത രീതിയെ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനും അതാത് പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനും അത് അംഗീകരിച്ച് പൊരുത്തപ്പെടാനും എന്ത് ചെയ്യാതിരിക്കുമ്പോൾ എന്തുണ്ടാവും സ്വാഭാവികമായിട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിരിക്കില്ല അല്ലെങ്കിൽ ആളുകളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ആളുകൾ പിന്തിരിയുന്നതിന് കാരണമാവും. അതായത് കൂടുതൽ പ്രായമാവുന്ന സമയത്ത് ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ആളുകളെ മാറ്റിയിരിക്കും. കൂടുതൽ നിരാശയുടെയും മറ്റും ഒരു ചിന്താഗതിയിലേക്ക് ആളുകളെ നയിക്കുന്നതിനും ഇത് കാരണമാകും. ഇതെല്ലാം എന്ത് ചെയ്യാം സോഷ്യലൈസേഷന്റെ ചാലഞ്ചിങ് ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആളുകൾ കൂടുതലായിട്ട് എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഫിസിക്കലി സൈക്കോളജിക്കലിയൊക്കെ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഘട്ടമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാലഘട്ടങ്ങളിൽ തങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല അല്ലെങ്കിൽ തങ്ങളുടെ റോള് കഴിഞ്ഞു എന്ന് സ്വയം ചിന്തിക്കുകയും അല്ലെങ്കിൽ സമൂഹം അതിൽ അത്തരത്തിൽ മുദ്ര കുത്തുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് കൂടുതൽ എന്താണ് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാവും. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സോഷ്യലൈസേഷനിൽ നിന്ന് പിന്തിരിയുന്നതിന് എന്ത് ചെയ്യാം കാരണമായിട്ട് വരും. അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് പ്രധാനമായിട്ടും സോഷ്യലൈസേഷന്റെ അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യലൈസേഷന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താണ് സോഷ്യലൈസേഷനിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് സോഷ്യലൈസേഷൻ ആണ്. സാമൂഹ്യവൽക്കരണം എന്താണ്, അതിന്റെ പ്രോസസ്സ് ഏതൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റേജസ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഒരു വ്യക്തി സോഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്, പ്രധാനമായിട്ടുള്ള അതിന്റെ ഏജൻസീസ് ഏതൊക്കെയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത വീഡിയോയിൽ അടുത്ത നമ്മുടെ തേർഡ് യൂണിറ്റുമായിട്ട്